ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നല്ല പീസ് ചെയ്യുന്നത്. അപ്പം തുണി ലൈനിങ് പീസ് രണ്ടായിട്ട് ഇട്ടിട്ട് നാലായിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് അപ്പോൾ എനിക്ക് വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 45 അപ്പം നമ്മൾ ലൈനിങ് ആദ്യം വെട്ടുമ്പം അതിൽ എത്രയാണോ നമ്മുടെ ഫുൾ ലെങ്ത് വേണ്ടത് അതിന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 43 ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുക ലൈനിങ്ങിൽ. പക്ഷേ നല്ല തുണിയിൽ നമ്മൾ 46 അതായത് 45 വേണ്ടത് പ്ലസ് 1.5 കൂടെ കൂട്ടി 46 നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം ലൈനിങ്ങിൽ വന്നിട്ട് 45 കൊടുക്കുന്നുള്ളൂ. അടുത്തായിട്ട് പിന്നെ ഷോൾഡർ 6 എടുക്കുന്നത്, ആം ഹോൾ വന്നിട്ട് 6. ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് എനിക്ക് 34 34 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. ഞാനൊന്ന് റൗണ്ട് ചെയ്ത് 9 ആക്കിയിട്ടുണ്ട്. 9ൻ്റെ കൂടെ സീം അലവൻസ് 1.5 കൂടെ ചേർത്ത് 10 നമ്മൾ സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വേസ്റ്റ് ലെങ്ത് വന്നിട്ട് 14 എടുക്കുന്നത്. 14ൻ്റെ കൂടെ 14 അവിടെയാണ് വേസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ വേസ്റ്റ് റൗണ്ട് ഇവിടെ വന്നിട്ട് 30 30യുടെ കൂടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നത് റൗണ്ട് ചെയ്ത് ഞാനിവിടെ 8 എടുത്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്ത് 9 വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. സീറ്റ് ലെങ്ത് വന്നിട്ട് 19 എടുക്കുന്നത്. സീറ്റ് ലെങ്ത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. സ്ലിറ്റ് കയറിയിരിക്കണം, സ്ലിറ്റ് കുറച്ച് ഇറങ്ങിയിരിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് സ്ലിറ്റ് ലെങ്ത് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 19 എടുത്തിട്ടുള്ളത്. വേസ്റ്റ് റൗണ്ട് തന്നെയാണ് സീറ്റ് റൗണ്ടായിട്ട് ഞാൻ 34 അതായത് 10 അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ, സീറ്റ് റൗണ്ടിൻ്റെ അവിടെ. ഇനി അങ്ങനെ അങ്ങ് നീട്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി. ഇനി വന്നിട്ട് നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആം ഹോൾ റൗണ്ടോട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബാക്ക് വശമാണ് ആദ്യം ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഫ്രണ്ട് വശം മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ചോളം ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ഫ്രണ്ട് വശം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ബാക്ക് വശമാണ് കട്ട് ചെയ്യേണ്ടത്. എനിക്ക് എപ്പോഴും ആദ്യ കാലങ്ങളിൽ ഞാനിങ്ങനെ ഫ്രണ്ട് വശം കട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് വശമാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ശേഷം ഫ്രണ്ട് വശം ഇതുപോലെ കുഴിച്ചെടുത്ത് വിട്ടുക. അപ്പോൾ ആദ്യം ബാക്ക് വശം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി വന്നിട്ട് ഞാൻ ഫേസിങ്ങിലാണ് ബാക്കും ഫ്രണ്ട് നെക്കും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് 2 പീസ് മിച്ചം വന്ന തുണിയെ തന്നെ 2 പീസ് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തുമ്പോൾ നമുക്ക് 2 പീസ് ഇട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ചെയ്യാനായിട്ടുള്ളത് അത് മാറ്റി. പിന്നെ നമ്മൾ ബാക്കിൽ സിബ് വെക്കുന്നുണ്ട്. അതിനായിട്ടൊരു ചെറിയ പീസ് ഒരു 6 ഇഞ്ച് വീതിയിലും 21 നീളത്തിലും ലെങ്തിലും എടുത്തിട്ടുണ്ട്. അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിലുള്ള കട്ടിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് നല്ല തുണി ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നല്ല തുണിയിൽ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 46 45 വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ഇട്ടിട്ട് 46 അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്ക് പീസ് ഇട്ടിട്ടാണ് നമ്മൾ നല്ല തുണി വെട്ടുക കേട്ടോ. അതിന് ശേഷം സ്ലീവാണ്. അപ്പം സ്ലീവ് ചെയ്യുമ്പോൾ സ്ലീവ് 2 തുണി ഇട്ടിട്ട് 4 ഇട്ടിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക. അപ്പം 4 ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് സാരിയിലാണ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അല്ലാതെ കിട്ടും. വേറൊരു ടോപ്പ് കൂടെ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ലെങ്ത് എനിക്ക് വേണ്ട സ്ലീവ് ലെങ്ത് 26 വേണ്ടത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും 21 കിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കാനാണ് ഇരിക്കുന്നത്. അപ്പം 26 നമ്മുടെ ഇഷ്ടത്തിന് സ്ലീവിൻ്റെ എൻഡിൽ വന്നിങ്ങനെ ചുരുങ്ങി കിടക്കുന്ന രീതിയിൽ ചെയ്യാനാണ് ആ ഒരു മോഡലിലാണ് സ്ലീവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ലെങ്ത്ത് ഒരു 10.5 ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം സ്ലീവിൻ്റെ ലെങ്ത് ഈ ഒരു തുണിയിൽ 21 നമുക്ക് കിട്ടുന്നത്. അത് അങ്ങനെ തന്നെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 10.5 അങ്ങ് ഈ ഒരു രീതി 10.5 ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. പിന്നെ ലെങ്ത് വന്നിട്ട് 21 കിട്ടുന്നത്. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ കണ്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 1/4 ഇഞ്ചോളം ഒരു റൗണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. അത് ബാക്കിലും ആ വരച്ചതിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക.
സ്ലീവ് റൗണ്ട് വന്നിട്ടൊരു 7ഒക്കെയാണ്. അപ്പോൾ ഞാൻ 4.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഷേപ്പും കൂടെ വരച്ചു കൊടുത്തിട്ട് ആ ഷേപ്പ് ചെയ്ത വശത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് വശത്ത് ഒന്ന് കുഴിച്ച് വെട്ടണം. അതിനായിട്ട് ഇവിടെ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊന്ന് കുഴിച്ചൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നെങ്കിൽ നല്ല തുണി നല്ല വശം വരുന്ന ഭാഗം ഒന്നിച്ച് വെക്കുക, അല്ലെ ചള്ള് വശം ഡിസൈനൊന്നും ഇല്ലാത്ത ചള്ള് വശം ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ തുണി ഇടുക. അപ്പോൾ ഈ തുണി ഇട്ട് അതേ ഫ്രണ്ട് വശം ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവം തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് ശരിയാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തുണി ഒന്നെങ്കിൽ ചള്ള് വശം, അതായത് ഡിസൈനൊന്നും ഇല്ലാത്ത വശം ഒന്നിച്ച് ഫേസ് ടു ഫേസ് വെക്കുക, അല്ലെങ്കിൽ ഡിസൈൻ വരുന്ന ഭാഗം ഫേസ് ടു ഫേസ് വെച്ചിട്ട് ആ ഫ്രണ്ട് വശം ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത വഴി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ 21 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 26 വേണ്ടത്. അപ്പോൾ എക്സ്ട്രാ ഒരു 6 ഇഞ്ചോളം ഞാൻ വേറൊരു പീസ് ഇതേപോലെ തന്നെ തുണി 2ആയിട്ടിട്ട് 4ആയിട്ട് ഇട്ടിട്ട് അതിന് ബാക്കി പീസ് വെച്ച് കൊടുക്കണം കേട്ടോ സ്ലീവിന്. അപ്പോൾ ഇതിങ്ങനെ സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ അത് വൃത്തികേടായിട്ടൊന്നും ഇരിക്കില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടക്കും, അതിങ്ങനെ ഞൊറിവായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ചാണെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ചുരിദാറൊക്കെ. അപ്പം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ.